പരീക്ഷാഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 4,25,563 വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിരിക്കുന്നു. 99.69% വിജയം. 71,831 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. 2,474 സ്കൂളുകളിൽ പരീക്ഷ എഴുതി എല്ലാവരും വിജയിച്ചു. കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ വിജയ ശതമാനം, കുറവ് തിരുവനന്തപുരത്ത്. SSLC റെഗുലർ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,27,153. അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 4,25,563. വിജയ ശതമാനം 99.69%. കഴിഞ്ഞ വർഷത്തെ വിജയ ശതമാനം 99.7 എന്നായിരുന്നു. കുറവെന്ന് പറയുന്ന ഇപ്രാവശ്യം 0.01% കുറവുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 71,831. വിജയം നേടിയ എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും അഭിനന്ദനങ്ങൾ. വിജയം സ്വന്തമാക്കാനാകാത്തവർ വിഷമിക്കരുത്. ഇതൊരു ചെറിയ കാര്യമല്ല എന്ന് കരുതി വിഷമിക്കുകയും വേണ്ട. ഏതായാലും സേ പരീക്ഷ എഴുതാനുള്ള അവസരമുണ്ട്. 3 പേപ്പറുകൾക്ക് വരെ സേ പരീക്ഷ എഴുതാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ അറിയിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് ഏതായാലും സുനിഷ അയ്യല്ലൂർ നൽകും വിവരങ്ങൾ. സുനിഷ, ഇപ്പോൾ വിജയ ശതമാനം എന്ന് പറയുന്നത് 99 കടന്നിരിക്കുന്നു. അത് കഴിഞ്ഞ തവണത്തേക്കാൾ നേരിയൊരു ശതമാനത്തിൽ കുറവല്ലേ? 0.01% എന്നൊക്കെ മന്ത്രി പറയുന്നത് കേട്ടു. എന്നാലും മൊത്തത്തിൽ എല്ലാവരും ഹാപ്പിയാണ്. വിനിത, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് വിജയ ശതമാനം. ഒരുപക്ഷെ കഴിഞ്ഞ തവണ 99.7% ഇത്തവണ 99.69%, ചെറിയൊരു പോയിന്റ് വ്യത്യാസത്തിൽ താണിരിക്കുന്നു എന്നത് മാത്രമാണ്. പറഞ്ഞതുപോലെ പരീക്ഷ എഴുത മുഴുവൻ വിദ്യാർത്ഥികളുടെയും കണക്ക് നോക്കുകയാണെങ്കിൽ അത് 4,25,563 വിദ്യാർത്ഥികളും ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിട്ടുണ്ട്. ഒപ്പം 71,831 പേരാണ് മുഴുവൻ വിഷയത്തിലും A+ നേടിയിരിക്കുന്നത്. മുഴുവൻ വിഷയത്തിലും A+ നേടിയ കണക്കുകൾ നോക്കുകയാണെങ്കിലും മലപ്പുറം ജില്ല തന്നെയാണ് ഒന്നാമതുള്ളത്. കഴിഞ്ഞ തവണയും അത് അങ്ങനെ തന്നെയായിരുന്നു. ഒപ്പം ഏറ്റവും കൂടുതൽ വിജയ ശതമാനം നേടിയ റവന്യൂ ജില്ല കോട്ടയമാണ്. ഏറ്റവും കുറവ് നേടിയത് തിരുവനന്തപുരമാണ്. ഏറ്റവും കൂടുതൽ വിജയ ശതമാനം നേടിയ വിദ്യാഭ്യാസ ജില്ല തിരുവനന്തപുരമാണ്. അത്തരത്തിലാണ് കണക്കുകൾ പോകുന്നത്. ഒപ്പം തന്നെ ഈ 100% വിജയം നേടിയ സ്കൂളുകളുടെ എണ്ണം 2,474 കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ അത് 2,581 ആയിരുന്നു. സർക്കാർ സ്കൂളുകൾ മാത്രം 892 സർക്കാർ സ്കൂളുകൾ മാത്രം മുഴുവൻ വിജയ ശതമാനം 100% വിജയം നേടിയ സ്കൂൾ പട്ടികയിൽ വരുന്നതാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ഈ വർഷം വരെയുള്ള മൂല്യനിർണ്ണയത്തിൽ നിന്നും വ്യത്യസ്തമായി അടുത്ത 2025 മൂല്യനിർണ്ണയത്തിൽ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പറഞ്ഞതിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവന്നതുപോലെ ഒരു പേപ്പർ മിനിമം സംവിധാനം എന്നൊരു ആലോചന ഏതായാലും 10ാം ക്ലാസ്സിലെ അടുത്ത മൂല്യനിർണ്ണയത്തിലും ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടി ആലോചിക്കും. അതിന് വിദ്യാഭ്യാസ കോൺക്ലേവ് അടക്കം നടക്കി അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് കൂടി ഈ മൂല്യനിർണ്ണയം മാറ്റുന്നത് കൂടി ആലോചനയിലുണ്ട് എന്നതാണ് വിദ്യാഭ്യാസ ഇതിലൊരു കാര്യമുള്ളത് ഞാൻ ചോദിക്കാൻ വന്നത്. SSLC ഫലം പ്രഖ്യാപിക്കുമ്പോൾ നമുക്കൊക്കെ നൊസ്റ്റാൾജിയാണ്. സുനിഷയ്ക്ക് ആ കാലം ഓർമ്മിക്കാൻ കഴിയുന്നുണ്ട്. വലിയ പ്രായമുള്ള ആളൊന്നുമല്ല, അടുത്തിടെയാണെന്ന് തോന്നുന്നു SSLC പാസ്സായതല്ലേ? തീർച്ചയായിട്ടും ഓർമ്മിക്കാൻ പറ്റുന്നുണ്ട് വലിയ രീതിയിൽ. പക്ഷേ ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ ആവേശത്തോടെ ആകാംക്ഷയോടെയൊക്കെ ഈ മന്ത്രി ഇത് പ്രഖ്യാപിക്കാൻ വരുന്ന സമയത്തൊക്കെ ടിവിയുടെ മുന്നിലിരുന്ന് കണ്ട് ഈ വെബ്സൈറ്റൊക്കെ തപ്പിപ്പിടിച്ച് നോക്കിയൊരു കാലം ഓർമ്മയുണ്ട്. ഏതായാലും മാർക്കൊന്നും ഇപ്പം പറയുന്നില്ല. ഏതായാലും